എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ്. ദൈവം ഭൂമിയെ രൂപകൽപ്പന ചെയ്തപ്പോൾ എല്ലാ സൃഷ്ടവസ്തുക്കളെയും അതത് സ്ഥാനത്ത് തന്നെ ചിട്ടപ്പെടുത്തി. ജ്ഞാനികൾ കിഴക്ക് കണ്ട നക്ഷത്രം അവരെ മാത്രം ഒരു വഴികാട്ടിയായി സഹായിച്ചിരിക്കണം എന്നില്ല. അവരെ പോലെ തന്നെ ആ പ്രദേശത്തെ മുഴുവനെയും പ്രകാശിപ്പിച്ചിരിക്കുവാനാണ് സാധ്യത. ഈ പ്രകാശകിരണങ്ങൾ തൻ്റെ ജനനത്തെ ഏറെ സ്വാധീനിച്ചതുകൊണ്ടായിരിക്കണം യേശു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് നമ്മോടായി പറഞ്ഞത്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 24-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. ഏദൻ തോട്ടം മുതൽ പുൽക്കൂട് വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന പ്രകാശം, കിഴക്കിന്റെ പ്രകാശം. ചിലപ്പോഴൊക്കെ ഉറക്കം നമുക്കരികിലേക്ക് ഒരു വിരുന്നുകാരനായി കടന്നെത്തുമ്പോൾ അന്ന് വരെ നാം കണ്ട നല്ല കാഴ്ചകൾ, നമുക്ക് സമ്മാനിച്ച നല്ല ഓർമ്മകൾ നാം മറന്നു കളയാറുണ്ട്. പ്രിയരെ, ക്രിസ്തുവെന്ന പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ നിറയുവാനും കിഴക്കിന്റെ നെറുകയിലൂടെ ചലിക്കുന്ന ഉദയസൂര്യന്റെ കിരണങ്ങൾ പ്രകാശത്തിന്റെ നുറുങ്ങുവെട്ടങ്ങളാകട്ടെ എന്നും ഇന്ന് വരെ പ്രകാശം നമുക്ക് നൽകിയ നല്ല കാഴ്ചകൾ വിസ്മരിക്കാതെ പ്രകാശത്തെ നൽകിയ നല്ല തമ്പുരാനെ സ്നേഹിക്കുവാൻ നമുക്ക് ഈ ആഗമന കാലഘട്ടത്തിൽ ശ്രമിക്കാം.